സിന്നീറ റളിയല്ലാഹു തആല അൻഹയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ചു. ചരിത്രത്തിൽ കാണാം ഫദഹബ ബസറുഹാ ഹീന അഅതഖഹാ. അവർ ഇസ്ലാം സ്വീകരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ചപ്പോൾ അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ്. കണ്ണിന്റെ കാഴ്ച പോയി, കാണാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഖുറൈശികൾ പറയുകയാണ്, മാ അദ്ഹബ ബസറഹാ ഇല്ല ലാത്ത വൽ ഉസ്സ. സിന്നീറ, നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് നിനക്കറിയുമോ? ലാത്ത കാരണത്താലാണ്, ഉസ്സ കാരണത്താലാണ്. ഇതാ ഞങ്ങളുടെ നേതാക്കന്മാരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ലാത്തയും ഉസ്സയും അവരുടെ കുരുത്തക്കേടാണ് കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം. നിങ്ങളൊരു പുതിയ വാദക്കാർ, അല്ല മാത്രം മതി എന്ന് പറയുന്നവർ ഇപ്പൊ മനസ്സിലായില്ലേ? കുരുത്തക്കേട് തട്ടിയില്ലേ, കാഴ്ച പോയില്ലേ എന്ന് പരിഹസിക്കുകയാണ്. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ഇതാ നിങ്ങള് തൗഹീദിന്റെ ആളുകളാണോ, ഇന്ന ശൈഖിന്റെ കുരുത്തക്കേട് തട്ടും, ഇന്ന ഔലിയയുടെ കണ്ണ് കുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞു പേടിപ്പിക്കാറുണ്ട്. മഹദി സിന്നീറ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി, മക്കയിലെ മുശ്രിക്കീങ്ങൾ പരിഹസിച്ചപ്പോൾ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു പരീക്ഷണം അനുഭവിച്ചപ്പോൾ, അതിശക്തമായ പരിഹാസങ്ങളുമായി ഒരു ജനത ആക്രോശിച്ചപ്പോൾ അവരുടെ നിലപാട് ഖദബൂ വബൈത്തില്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങൾ പറയുന്നത് കളവാണ് കൂട്ടരെ, നിങ്ങൾ പറയുന്നത് കളവാണ് കൂട്ടരെ. മാ തളറുൽ ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും എന്തു ചെയ്യാൻ, എന്തുപദ്രവമാണോ ലാത്തയും ഉസ്സയും നൽകുക. വമാ തൻഫആനി, അവർ രണ്ടുപേരും ലാത്തയാകട്ടെ ഉസ്സയാകട്ടെ എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്യാൻ, എന്റെ ജീവിതത്തിൽ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്കാർക്കും കഴിയുകയില്ല. ഫറദ്ദല്ലാഹു ബസറഹാ. ചരിത്രത്തിൽ കാണാം ആ പ്രഖ്യാപനമുണ്ടല്ലോ, ഒരടിമ പെണ്ണിന്റെ പ്രഖ്യാപനം. എന്റെ റബ്ബന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ ലാത്തക്ക് കഴിയില്ല, ഉസ്സക്ക് കഴിയില്ല ഒരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ എന്ന് ഒരു പെണ്ണ് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ കാഴ്ച തിരിച്ചു നൽകി. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്.